അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എ എന്ന വ്യക്തി ബി എന്ന വ്യക്തിയോട് സീനെ കുറിച്ച് പറഞ്ഞു. സീനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാ പറഞ്ഞത്? എ. ആരോടാ പറഞ്ഞത്? ബീനോട്. എന്താ പറഞ്ഞത്? ഈ സി ബി ഈ ബി എന്ന അക്ഷരത്തെ, ഈ ബി എന്ന വ്യക്തിയെക്കുറിച്ച് പലതും പലരോടും പറയുന്നുണ്ട് എന്ന രൂപത്തിൽ എ ബീനോട് സീനെ കുറിച്ച് പറഞ്ഞു. ശ്രദ്ധിക്കണേ, അങ്ങനെ പറഞ്ഞത് എ, കേട്ടത് ബി. ആരെ കുറിച്ചാണ് പറഞ്ഞത്? സീനെ കുറിച്ച്. സി ബീനെക്കുറിച്ച്, ബി എന്ന വ്യക്തിയെക്കുറിച്ച് പലതും പറഞ്ഞ് ഫിത്നയുണ്ടാക്കുന്നു എന്നാണ് ആര് പറഞ്ഞത്? എ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി ഇവിടെ എന്ത് സംഭവിച്ചു? എ പറഞ്ഞ കാര്യം ബി പൂർണ്ണമായും വിശ്വസിച്ചു. എന്നിട്ട് ബിക്ക് ആരോട് വെറുപ്പ് വന്നു? സീനോട് വെറുപ്പ് വന്നു. ഈ ബി സി എന്ന വ്യക്തിയെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കുന്നു, മെയിൻറ്റ് ചെയ്യുന്നില്ല. സിക്ക് മനസ്സിലാകുന്നില്ല ഇതെന്താണ് സംഭവം. സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇദ്ദേഹത്തിന് അറിയുള്ളൂ, ബിക്കറിയുള്ളൂ. ബി യഥാർത്ഥത്തിൽ സീനോട് ചോദിച്ചിട്ടില്ല, നിന്നെക്കുറിച്ച് എ എന്ന വ്യക്തി ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് ബി എന്ന വ്യക്തി സീനോട് ചോദിച്ചിരുന്നുവെങ്കിൽ സി അതിൻ്റെ സത്യാവസ്ഥ ആരോട് പറയുമായിരുന്നു? ബീനോട് പറയുമായിരുന്നു. സി പറയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയും. അപ്പം ബിക്ക് സീനോട് വെറുപ്പുണ്ടാകുന്നതിനൊരു ന്യായമുണ്ട്. ഇവൻ പറഞ്ഞ അതേ, ഈ റെഡാണിട്ടത്, റെഡ് അപകടം. ഇവൻ പറഞ്ഞ അതേ വാക്ക് ബി വിശ്വസിക്കുന്നു. ഈ ബിക്ക് സീനോട് കാര്യമൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നത്തിന് പരിഹാരമാകും. എൻ്റെ വാക്ക് ബി കേട്ട ഉടനെ സീനെ വിളിച്ചു. ഹലോ, സി അല്ലേ? സിയാണ്. നിന്നെക്കുറിച്ച് ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞാണല്ലോ, ശരിയാണോ? അപ്പോൾ സി പറഞ്ഞു, നിന്നൊന്ന് കാണേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ബീനെ കണ്ടു. സി നടന്ന കാര്യം കൃത്യമായി പറഞ്ഞു. അങ്ങനെയാണോ സംഭവം? എന്നാൽ എ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ ബി പറഞ്ഞു സീനോട്, അല്ലെങ്കിൽ സി പറഞ്ഞു ബീനോട്, നമുക്ക് രണ്ടാൾക്കും എ എന്ന വ്യക്തിയെ കാണാൻ പോകാം. രണ്ടാളും കൂടി എ എന്ന വ്യക്തിയെ കണ്ട് കാര്യം അന്വേഷിക്കുമ്പോൾ എ എന്ന വ്യക്തി ഇവരെ രണ്ടാളുടെയും ഇടയിൽ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടി ചെയ്തത്. ഈ എ ചെയ്യുന്ന പരിപാടി നമ്മുടെ നാട്ടിൽ പലരും ചെയ്യുന്നുണ്ട്, ചില വ്യക്തികളൊക്കെ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കണേ. പക്ഷേ ഇവിടെ അല്ല പ്രശ്നം. പ്രശ്നം ഇവിടെയാണ് കിടക്കുന്നത്. ബീനോട് ഒരു വ്യക്തി ഒരു കാര്യം പറയുമ്പോൾ ബിക്കത് കൃത്യമായി അന്വേഷിക്കാൻ ആളിവിടെ സി ഉണ്ടല്ലോ. ഈ സീനോട് അന്വേഷിക്കാതെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ സീനോട് എത്രത്തോളം വെറുപ്പുണ്ടാക്കുന്നു ബിക്ക് നഷ്ടമാണ്. കാരണം ബി തെറ്റിദ്ധാരണയാണ്, ഇവൻ പറഞ്ഞതിൻ്റെ തെറ്റിദ്ധാരണയാണ്. പറഞ്ഞതിന് ചുരുക്കം, ഒരാൾ നമ്മോട് ആരെക്കുറിച്ച് എന്തു പറഞ്ഞാലും അത് ശരിയാണോ തെറ്റാണോ എന്ന് അന്വേഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് ബി ചെയ്യണം. ഈ ബി ആണ് പലപ്പോഴും നമ്മളാകുക. നമ്മൾ പലപ്പോഴും ബി ആവും. ഇദ്ദേഹത്തിന് ചോദിക്കുകയില്ല, ഇദ്ദേഹത്തിൻ്റെ വെറുപ്പുണ്ടാവുകയും ചെയ്യും. കണ്ടാൽ അങ്ങനെ ചിരിക്കുകയും ചെയ്യും. എന്നിട്ടോ മനസ്സിൽ വെറുപ്പും കൊണ്ട് കിടക്കും. അപ്പോൾ ബി ചെയ്യേണ്ട ഇവിടെ പക്വത, ഇവിടെ കൃത്യമായ നിലപാടുണ്ടാകണം. എന്താ നിലപാട്? ബി ഉടൻ തന്നെ സീനോട് ചോദിക്കണം, കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. ഈ അന്വേഷണം കൃത്യമായ അന്വേഷണം നടന്നാൽ ഇവിടെ ആരാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, എന്താ പ്രശ്നം ഉണ്ടാകുന്നത്, കാരണം എന്താണെന്ന് മനസ്സിലാക്കും. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഫിത്ന ആളുകളൊക്കെ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ പറഞ്ഞതാണെന്ന് ആരോടും പറയണ്ടട്ടോ. അപ്പം തന്നെ മനസ്സിലാക്കാം ഈ പറയുന്ന ആൾ ഫിത്ന ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ആര് എന്ത് പറഞ്ഞാലും അത് പൂർണ്ണമായും വിശ്വസിക്കരുത്. വേറെ ആളെക്കുറിച്ച് ഗീബത്ത് പറഞ്ഞാൽ കേട്ടോ,
കൃത്യമായി മനസ്സിലാക്കണേ. അത് നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ എങ്ങനെ വിശ്വസിക്കണം? ആ വ്യക്തിയോട് സി എന്ന വ്യക്തിയോട് ചോദിക്കണം, നീ എന്നെക്കുറിച്ച് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഇന്ന ആളിന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ച് ക്ലിയർ ആയിക്കൊള്ളണം. അപ്പം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, ഏനെ സൂക്ഷിക്കണേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമ്മയൊക്കെ ഹൃദയം ശുദ്ധിയുള്ള ആളുകളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജബ്ബാർ മിസ്ബാഹി മുക്കം.